ഇനി അവൻ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിലോ? കണ്ടെങ്കിലത് നമുക്ക് ഉടനെ അറിയാൻ കഴിഞ്ഞേക്കും. സാധ്യത കുറവാ. അവന്റെ അച്ഛൻ വാമദേവൻ വന്ന് മുന്നിൽ നിന്നാ പോലും ഇപ്പൊ അവന് തിരിച്ചറിയണമെന്നില്ല. മദ്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. 2 3 പെഗ്ഗൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതവൻ ഫുൾ ബോട്ടിൽ അകത്താക്കിയിരിക്കുന്നത്. അതാ റൂം ബോയോട് ചോദിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവനിപ്പോ വല്ലാത്തൊരു സിറ്റുവേഷനില്ല. മല ചവിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് അവന് വലിയ ഷോക്കായിരിക്കുക. പിന്നെ ജീവിതം മൊത്തം പോയില്ലേ. മഞ്ജു ഇപ്പൊ അവന്റെ ജീവിതത്തിൽ ഇല്ല. അതിന്റെ കൂടെയാ മാർക്കോയുടെ ഭീഷണി നിലനിൽക്കുന്നത്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ അവൻ മദ്യത്തെ കൂട്ടുപിടിച്ചിരിക്കുക. എന്തായാലും നാളെ അതിരാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോണം. ഇപ്പൊ തന്നെ അനന്തേട്ടനെ വിളിച്ച് വിവരം പറ. വിളിക്കാൻ തുടങ്ങായിരുന്നു. അനന്തേട്ടൻ ഉറങ്ങിക്കാണോ? ഉറങ്ങിയെങ്കില് അവൻ ഉണർന്നോളും. ആരാ? കണ്ണനാണല്ലോ. എടാ എന്താടാ? എടാ അവൻ ഈ ഹോട്ടലിലുണ്ട്. മേഘൻ. ഈ ഹോട്ടലിലോ? ഞങ്ങൾ അവനെ കണ്ടടാ. പുറത്ത് കുറെ സമയം ഇരുന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് വന്നപ്പോ അവൻ 4 കാലിൽ വരുന്നത് കണ്ടു. എടാ അവൻ നിങ്ങളെ കണ്ടോ? കണ്ടില്ലെന്നാ തോന്നുന്നേ. പക്ഷെ അവന്റെ മുറി ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാ. വല്ലാത്തൊരു പറ്റാണോടെ പറ്റിയത്. മഹി പറയുന്നത് നാളെ നേരം പുലരും മുമ്പേ ഇവിടുന്ന് വിടണമെന്നാ. അതാ നല്ലത്. രാവിലെ ഞങ്ങൾ റെഡിയാവാ. ശരിയടാ. അവനെ കണ്ടോ? അവര് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത റൂമിൽ തന്നെ അവൻ താമസിക്കുന്നതെന്ന്. ഒരു മിനിറ്റ്. ആ ഡോർ അടച്ചേക്ക്. അവിടെ ഉണ്ടെങ്കിൽ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അവൻ വാതിലെങ്ങനെ തുറന്ന് അനന്തോട്ടിനെ കാണില്ലേ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ കണ്ടാലും കുഴപ്പമില്ല. അവൻ അന്തരീക്ഷത്തിലൂടെയാ നടക്കുന്നത്. എന്നാലും വേണ്ട, വാ വര. എന്നാലും അവൻ എങ്ങനെ എവിടെ എത്തിയത്? അതൊക്കെ നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം. അപ്പൊ അവര് പറയും അവൻ എപ്പോഴാ മുറിയെടുത്തെന്നൊക്കെ. അവനൊരിക്കലും നമ്മുടെ പിന്നാലെ അല്ല വന്നത്. ഇത് വളരെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാ. നല്ലൊരു യാത്രയ്ക്കായിട്ടാ നമ്മൾ പുറപ്പെട്ടത്. അത് അവൻ കാരണം പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് പോകേണ്ട അവസ്ഥയായല്ലോ. സാരമില്ല. അവനെ കാണുന്നവരെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലോ. ശരി, നീ വാ. രാവിലെ എഴുന്നേക്കണ്ടല്ലേ, കിടക്കാം. അവനെ കണ്ടെന്ന് കരുതി ടെൻഷനൊന്നും വേണ്ട. ദേ, ഇന്ന് നമ്മുടെ സെക്കൻഡ് നൈറ്റാ. നമുക്ക് ഉറങ്ങാൻ കണ്ണേട്ടാ. ഒരു 3 മണിക്കെങ്കിലും എഴുന്നേക്കണം. 3 മണിക്കോ? 3 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് ഒരു 4 മണിക്കെങ്കിലും പുറപ്പെടണം. എന്തിനാ അങ്ങനെ ധൃതി കൂട്ടുന്നത്? അവൻ ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല കണ്ണേട്ടാ.